ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസമായിട്ട് ന്യൂസുകൾ കാണുന്നത് നമ്മുടെയൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ മൊബൈൽ ഇങ്ങനെ തുറന്നു പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞെട്ടിക്കുന്ന വാർത്തകൾ. ആദ്യം എന്താ പറയുക, വൈറലായിട്ട് വരുന്ന ഇതുപോലത്തെ ഹൃദയം മരവിപ്പിക്കുന്ന അതിക്രൂരത, മരവിച്ചു പോകുന്ന, കാണാൻ പറ്റാത്ത, അങ്ങനെ ഈ ക്രൂരത പറഞ്ഞാൽ മരവിപ്പാണ് ഇവിടെ. അപ്പം ഇനി മരവിച്ചു പോകുന്ന, ഹൃദയം സ്തംഭിച്ചു പോകുന്ന എന്നുള്ള തലക്കെട്ടെല്ലാം കാണാൻ തന്നെ പറ്റില്ല. കുറേ മുൻപൊക്കെ ഈ തലക്കെട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളത് വായിച്ചു പോകുമ്പം നമുക്ക് ഈ തലക്കെട്ട് കാണുമ്പോൾ തന്നെ എന്തോ ഉണ്ട് എന്നുള്ളത് അറിയാം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം തലക്കെട്ടിൽ വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്ത പോലെ അത്രയും മരവിപ്പിക്കുന്ന വാർത്തകളാണ് ഈ അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വളർത്തി വലുതാക്കിയ മക്കളെ, കയ്യോ കാലോ വളരുന്ന എന്ന് പറഞ്ഞ് നന്നായിട്ട് വളർത്തി വലുതാക്കിയ മക്കൾ തന്നെ ഒരു വലുതാകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്ക് തന്നെ എന്താ പറയുക, അവരുടെ തന്നെ ജീവൻ എടുക്കുക, അവരുടെ തന്നെ അന്തകനാകുക. അതുപോലെ പ്രേമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കട്ട ചങ്കാണ് എന്ന് പറയും, കൂടെ നടക്കും, തോളിൽ കൈയിടും, അവർ തന്നെ അവരെ ഇല്ലാതാക്കുക. പിന്നെ പഠിക്കുന്നിടത്താണെങ്കിലും പച്ച മാംസത്തിലിട്ട് വരിക. ഇതൊക്കെ എന്താ പറയുക, നമുക്കൊരു ഈ വാർത്ത അത് സഹിക്കാൻ പറ്റുന്നില്ല അത് കാണുമ്പോൾ. ഇപ്പോൾ ഈ അടുത്ത് തുടരെ നമ്മൾക്കിടയിൽ ഇതാണ് വാർത്ത വരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ 23 വയസ്സ് മാത്രമായ ഒരു കുട്ടി 5 പേരെ ഇങ്ങനെ തലക്കടിച്ച് കൊലപ്പെടുത്തുക. എന്താ ഇതിനൊക്കെ എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടുന്നത്? എന്താ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് കഴിഞ്ഞ് എന്താ സൂചിച്ചിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല. അത്രയും അല്ലെങ്കിൽ അവർ ഇത്രയും കുറേ സമയം കൊണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരും കൊണ്ട് അവരുടെ മാനസികാവസ്ഥ, ഒരാളെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആളെ പ്ലാൻ ചെയ്യുമ്പോൾ അപ്പോൾ അത്രയും എന്താ പറയുക, ഒരു ചിന്താശേഷി നഷ്ടപ്പെട്ട പോലെ. ഇനി അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാകും. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരു കഥ നിങ്ങളോട് പറയണമെന്നുണ്ട്. അത് കഥയായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ വാർത്തകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ മുൻപ് നടന്ന ഒരു സ്റ്റോറി അത് ഓർമ്മ വന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത്, ഒരിടത്ത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും പ്രേമിച്ചു. അപ്പം ഈ ഇപ്പം തുടർച്ചയായിട്ട് വരുന്ന ഈ കുറ്റകൃത്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഓർത്ത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ആൺകുട്ടിയും പെൺകുട്ടിയും പ്രേമിച്ചു. പെൺകുട്ടി കുറച്ച് സാമ്പത്തികമായിട്ടുള്ളതാണ്, ആൺകുട്ടിയുടെ കാര്യം സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ്. അപ്പോൾ പിന്നെ അറിയാലോ, സാമ്പത്തികമായിട്ട് ഉള്ള അവരുടെ മക്കള് അതുപോലെ ഇല്ലാത്തവരോട് പോയി കഴിഞ്ഞാൽ വീട്ടുകാർ വെറുതെ ഇരിക്കുക, സ്വാഭാവികം. അവർ വെല്ലുവിളിക്കുന്നു, പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത്. പെൺകുട്ടിയാണെങ്കിലും അതേ പോലെ അങ്ങനെയാണല്ലോ, വീറും വാശിയും കാണിക്കുന്ന അച്ഛനും അമ്മയ്ക്കുള്ള മക്കൾ അതുപോലെ വീറും വാശിയല്ലേ. അവർ പോകുന്നു, പ്രായപൂർത്തിയായതാണെന്ന് തെളിയിക്കുന്നു, കല്യാണം കഴിക്കുന്നു, അങ്ങനെ എല്ലാം കഴിഞ്ഞു. ആൺകുട്ടിയുടെ വീട്ടുകാരെല്ലാവരും സമ്മതിച്ചു, അവിടെ അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഹാപ്പിയായിട്ട് ജീവിക്കുന്നതിനിടയിലും ഇത് കഥയാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നുണ്ട് ഇതൊന്നുമല്ല, സമ്മതിക്കില്ല. അങ്ങനെ ഒരു ദിവസം, ഒരു 2 മാസമൊക്കെ കഴിയും, ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ വാർത്ത അറിയുന്നത് പെൺകുട്ടിയുടെ ഭർത്താവിന് വീട്ടുകാർ ഇല്ലാതാക്കി, അച്ഛനും ഒരു ബന്ധുവും ഇല്ലാതാക്കി. അത് ഭയങ്കര വാർത്തയാകുന്നു. ന്യൂസ് നാടേ നടുങ്ങിപ്പോയി. കാരണം ഒരാൾ വെല്ലുവിളിക്കുന്നതേ ഉള്ളൂ, ഇത്രയും ക്രൂരമായിട്ട് ചെയ്യുമോ എന്നുള്ളത്. ക്രൂരമായിട്ട് ചെയ്തു. അത് പിന്നെ അറസ്റ്റായി, കാര്യങ്ങളൊക്കെയായി, അതങ്ങനെ റിമാൻഡിലായി. അപ്പോൾ ഇത് പക്ഷെ അവര് ചെയ്യാൻ, ഇത് കഥയാണ്, പക്ഷെ ചെയ്യാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇവർക്കുണ്ട് ആസ്തി. പെൺകുട്ടിയുടെ വീട്ടുകാർ ആസ്തി ഉള്ളവരാണ്. അപ്പോൾ പെൺകുട്ടിയുടെ മുത്തശ്ശൻ ഏകദേശം ഒരു പ്രമാണിയാണ്, എല്ലാം അറിയുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു പ്രമാണിയാണ്. അപ്പോൾ വിചാരിച്ചു അവർക്ക് അവരുടെ കുട്ടി അങ്ങനെ പോകാൻ പാടില്ല. ഇനി അഥവാ പോയാലും കുഴപ്പമില്ല, അവരുടെ കൂടി ഇരിക്കരുത്, അത് ഈ വീട്ടിലെത്തണം. ഇതൊക്കെയായിരുന്നു അവരുടെ. അതുകൊണ്ട് അവർ മോൻ്റെ അടുത്ത് പറയുന്നു, അതായത് പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത്. പെൺകുട്ടിയുടെ അച്ഛൻ കുറ്റകൃത്യം ചെയ്യുന്നു. പക്ഷേ അവരുടെ ധാരണ എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ ഒരു ബന്ധു കൂടെ ഉണ്ടല്ലോ കൂട്ടിന്, 2 പേരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1-ാം പ്രതി അച്ഛനാണെങ്കിലും ബന്ധു അകത്തിരുന്നാലും എങ്ങനെയെങ്കിലും ഈ കുട്ടിയുടെ അച്ഛന് പണം ഉണ്ടല്ലോ,
സ്വാധീനമോ പണമോ എല്ലാം ആയാലും പുറത്തിറക്കാം എന്നുള്ള അതൊക്കെ ആയിരിക്കാം. പക്ഷെ പെൺകുട്ടി സ്ട്രോങ് ആയിരുന്നു. എന്ത് തന്നെയാണെങ്കിലും പെൺകുട്ടി അത് വിട്ടുകൊടുത്തില്ല, സമ്മതിച്ചില്ല, പോരാടി. അതായത് അവളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് നിയമയുദ്ധം നടത്തി. അങ്ങനെ ജാമ്യമൊന്നും കിട്ടിയില്ല, അങ്ങനെ ജയിലിലായെന്ന് പറഞ്ഞാൽ വിധി വരുന്നതിന് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയായി. അപ്പോൾ വേറൊരിടത്ത് അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 3-4 വർഷങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വേറൊരിടത്ത് ഒരു കുടുംബത്തിൽ ചേട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നം. ചേട്ടൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അനിയൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. സാധാരണ കുടുംബമാണ്. എന്നും വഴക്ക്, രണ്ടുപേരും കഴിക്കും, എന്നും വഴക്ക്, അടി പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. സാധാരണ കുടുംബ വഴക്കാണ്. പക്ഷെ ഈ കുടുംബ വഴക്ക് നമ്മൾ ചില സമയത്ത് സഹി കെടുമ്പോൾ പറയുന്നുണ്ട്, നിന്നെ ഞാൻ കൊല്ലും, അല്ലേ? സഹി കെടുമ്പോൾ പറയുന്ന വാക്കാണ്. പിന്നെ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കിട്ടുകയുമില്ല. അങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടി വഴക്ക്, കേസ്, കംപ്ലൈൻറ്റ്. അങ്ങനെ ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് മടുത്തു. അവരിങ്ങനെ വരും പോകും. പിന്നെ ഇന്ന സ്ഥലത്താണ് കേസ്, ഇങ്ങനെ വഴക്ക് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾക്കിത് തീർത്തുകൂടെ? ഈ പോലീസ് സ്റ്റേഷനിൽ ഇത് മാത്രമേ കേസുള്ളൂ, നിങ്ങൾ എന്താ ഇങ്ങനെ? ഇതിൻ്റെ ഈ പരിധിയിൽ എത്രയോ കാര്യങ്ങൾ, ക്രൈമുകൾ നടക്കണം, അതൊക്കെ നോക്കണ്ടേ? പുതുതായിട്ട് എന്താ പറയുക, ചാർജ് എടുക്കുന്ന പോലീസുകാർക്കും അവർക്ക് ഇത് പുതിയ അനുഭവമായിരിക്കും. പക്ഷെ കുറച്ച് സ്ഥിരമായിട്ടുള്ളവർക്ക്, 1 വർഷമൊക്കെ സ്ഥിരമായിട്ടുള്ളവർക്ക് ഇത് കണ്ട് മടുത്തു. അവരിപ്പം എന്തെങ്കിലും ഇവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ എന്നുള്ള മട്ടാണ്. എന്നാലും പാതിരാത്രിയാകുമ്പോൾ പ്രശ്നം തീർക്കാനായിട്ട് അവർ വരും, ഡ്യൂട്ടിയാണല്ലോ. സോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ദിവസം ഏട്ടനും അനിയനും ഇതുപോലൊരു മഴയുള്ള സമയത്ത് ഭയങ്കര പ്രശ്നമായി. അനിയൻ സഹി കെട്ടപ്പോൾ ഏട്ടന് അടിച്ചു. അത് വേറൊരു വിഷയത്തിലേക്ക് പോയി, അടിച്ചു, പ്രശ്നമായി, കേസായി. അനിയനെ അറസ്റ്റ് ചെയ്തു. ഏട്ടൻ കുറേ ICUലും അങ്ങനെയൊക്കെയായി. കാരണം കൊലപാതക ശ്രമമാണല്ലോ. അങ്ങനെ ICUലൊക്കെ ആയി കാര്യങ്ങൾ. അങ്ങനെ ഈ അനിയനെ എല്ലാം കഴിച്ചതിൻ്റെ പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. കഴിച്ചപ്പം ആ കോപത്തിൽ ചെയ്തതാണ്. പക്ഷെ പോലീസ് പിടിച്ചപ്പം ആ കഴിച്ച തരി അങ്ങനെ പോയി. അത് കേസാണ്, കൊലപാതക ശ്രമമാണ് എന്നെല്ലാം അറിഞ്ഞ് ചാർജ് ചെയ്തപ്പം പിന്നെ ഈ കഴിച്ചതിൻ്റെ ഒരു അംശം പോലും അതില്ല. ആകെ വെപ്രാളം. കാരണം മുൻപിലുള്ള ലൈഫ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, എവിടെയും പെണ്ണ് കിട്ടുന്നില്ല. അപ്പോൾ ഈ കോപം വന്നിട്ട് ചെയ്താണ്. പക്ഷെ ഇതെല്ലാം ആ കഴിച്ച തരി അഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനെന്ന വ്യക്തി ആരാണ്, എൻ്റെ ജീവിതം എവിടെ നിൽക്കുന്നു, ഇപ്പം ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ബോധ്യം വരുമ്പോഴത്തേക്കും അറസ്റ്റും എല്ലാം കഴിഞ്ഞു, റിമാൻഡിലായി കഴിഞ്ഞു. പിന്നെ വീണ്ടും വിചാരം വന്നിട്ട് എന്താണ് കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കണം. ചെയ്തിട്ട് വീണ്ടും വിചാരം വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ചെയ്തതിന് ശിക്ഷ അനുഭവിക്കാതെ ഒരു മാർഗവുമില്ല. അങ്ങനെ ജാമ്യത്തിന് പഠിച്ച പണി നോക്കി കിട്ടിയില്ല. വീട്ടുകാർ ചേട്ടനോ അനിയനോ അവർ കുറച്ച് പാർട്ടിയിലൊക്കെ ഉള്ളതാണ്. പക്ഷെ പാർട്ടിക്കാരും കുടുംബ വഴക്കാണ്, അതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഫ്രണ്ട്സുകൾ എല്ലാവരും കൈ ഒഴിഞ്ഞു. അങ്ങനെ ആരുമില്ലാതായി ഒറ്റപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊലപാതക ശ്രമം. ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ ആള് വേണം, പണം വേണം, അതിൻ്റെതായ വക്കീൽ ഫീസ്, കുറേ കാര്യങ്ങൾ, ഇത് പോയി നടക്കാനൊക്കെ 10 തവണ പോകണം, കാണേണ്ടവരുടെ കാണണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ. ചെയ്യാൻ എളുപ്പമാണ്, പോയിട്ട് അകത്ത് പോയിട്ട് കിടന്നാൽ മതി. പക്ഷെ അതിൻ്റെ പുറകിൽ ഓടി നടക്കുന്നവർക്കാണ് സ്വന്തമായിട്ടുള്ള ആധാർ കാർഡ് കൊണ്ടുപോകണം. പിന്നെ എന്തിനെങ്കിലും നിൽക്കുകയാണെങ്കിൽ സ്വന്തം സ്ഥലമുള്ള അതിൽ നികുതി അടച്ച റെസിപ്റ്റ് വേണം പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പോയി നിൽക്കുമോ? അപ്പം ഇതൊക്കെയാണ് വില്ലനായിട്ട് നിൽക്കുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് എളുപ്പമാണ്, പക്ഷെ പണം കൊടുത്താലും ചിലത് കിട്ടാൻ സാധിക്കാത്ത കുറേ സംഭവങ്ങളുണ്ടാകും. അതുപോലത്തെ ആയപ്പം ജാമ്യം നിഷേധിച്ചു. കാരണം അതിനുള്ള ആളും ഒന്നും മുന്നിട്ട് നിൽക്കുന്നില്ല, ഇറങ്ങിത്തിരിക്കുന്നില്ല. കാരണം ഇവർ കുറെ കാലമായിട്ട് ഇങ്ങനെ വഴക്കിട്ട് നടക്കുന്നവർ, ഇവർ വെല്ലുവിളിച്ചത് ഒരു സുപ്രഭാതത്തിൽ ഒരു നിമിഷം തോന്നിയതല്ല. എന്നും വഴക്ക്, പോലീസുകാർക്ക് തന്നെ മദ്യമായിട്ടുണ്ട്, എന്നും വഴക്ക്, കാര്യങ്ങൾ. അപ്പോൾ ഇത് കുറേ ആയിട്ട് ഇങ്ങനെ ചെയ്ത് സഹി കെട്ടപ്പോൾ ചെയ്താണ്. ആ സഹി കെട്ടൽ നമുക്ക് മനസ്സിലായി. പക്ഷെ പിന്നെ കുറേ നാളത്തുള്ള വഴക്കും ഇത് സോൾവ് ആകത്തും കൊണ്ട് എല്ലാവരും കൈ ഒഴിഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞിട്ടും ജാമ്യം കിട്ടിയില്ല. അങ്ങനെ 3-ാമത്തെ മാസത്തിലേക്ക് കടന്നു. അങ്ങനെയാണ് ഒരു ദിവസം എന്താ പറയുക, റിമാൻഡിൽ ഇരിക്കുമ്പോൾ ഇവർ സെല്ലിൽ മാറേണ്ടി വന്നപ്പം, കഥയായിട്ട് അറിഞ്ഞാൽ മതി. സെല്ലിലേക്ക് മാറേണ്ടി വന്നപ്പോൾ കുറച്ച് ദിവസം
ഈ 4 കൊല്ലം ആകാറായി. മോളുടെ ഭർത്താവിനെ കൊന്ന ആളും ഈ പറഞ്ഞ ചേട്ടനെ അടിച്ച ആളും കൂടെ കുറച്ച് ദിവസം ഒരു സെല്ലിൽ ഷെയർ ചെയ്യേണ്ടി വന്നു. നോക്കുമ്പം അവർ തമ്മിൽ പരിചയക്കാരെന്ന് മാത്രമല്ല, അത്രയും വാർത്തകളൊക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പം അങ്ങനെ സംസാരിച്ചപ്പം ആ അച്ഛൻ പറഞ്ഞത് ഇവരോട്, ഈ അനിയനോട്, ചേട്ടനെ തല്ലിയിട്ട് അനിയൻ പോയി കിടന്നല്ലോ, അപ്പോൾ പറഞ്ഞത്, എനിക്ക് എൻ്റെ മോള് പോയതോടുകൂടി അങ്ങ് പോട്ടേന്ന് ഞാൻ വിചാരിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കിടക്കും, ഇങ്ങനെ കിടക്കേണ്ടി വരും, പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുമെന്നും, അല്ലെങ്കിൽ ഞാനൊരു അച്ഛനല്ലേ, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത്, അപ്പോൾ എൻ്റെ മോൾ എൻ്റെ കൂടെ തിരിച്ചു വരും എന്നുള്ളതൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് എൻ്റെ മോളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്തതാണ്. പക്ഷെ അതേ മോള്, ആദ്യത്തെ മോളാണ് അവരുടെ, അതേ മോള് എനിക്ക് തൂക്കുകയറിന് വേണ്ടി അങ്ങനെ കോടതി കയറി ഇറങ്ങുന്ന ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല. അപ്പോൾ ഇത് ഈ 4 വർഷമായിട്ട് അകത്ത് കിടക്കുകയാണ്. മോളാണ് സ്ട്രോങ്, കാരണം മോളുടെ താലിയാണ് പോയത്. മോളാണ് സ്വന്തം അച്ഛനെതിരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, എന്ത് പറഞ്ഞാലും ശരി. കാരണം ആ പോയെടുത്ത്, കെട്ടിക്കയറി പോയെടുത്ത് അധികം ഒന്നുമില്ല. എങ്കിലും അവരാ കുട്ടി പഠിക്കുന്ന കുട്ടിയാണ്, 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആ കുട്ടിയെ അവർ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനും കൂടെ പണമില്ലെന്നേ ഉള്ളൂ. അവർ ആ അച്ഛനമ്മയും, മോൻ പോയെങ്കിലും അച്ഛനമ്മയും കൂടെ നിൽക്കുന്നുണ്ട്. ആ മോൾക്ക് സപ്പോർട്ടായിട്ട് പഠിക്കാൻ കൊണ്ടുവരുന്നു. ഇല്ലാത്ത വീട്ടിലെയാണ് അതുപോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഇത് നല്ല വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച കുട്ടിയാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അച്ഛനെതിരാണ്, കൊടുക്കില്ല, ജാമ്യം കിട്ടിയില്ല. ജാമ്യത്തിന് വേണ്ടി ആ കുട്ടിയുടെ മുത്തശ്ശൻ എല്ലാത്തിനും ഓടി നടന്നു, മരണപ്പെട്ടു. പ്രായമായതാണ്, മരണപ്പെട്ടു. ഇനി ജയിലിൽ കിടക്കുന്ന ആളുടെ ഇതുപോലെ ഓടി നടക്കാൻ വേറൊരാൾ, അയാളുടെ അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത്, ആളില്ല. പിന്നെ അയാൾക്ക് അടുത്തതുള്ളത് ഒരു മോളും കൂടിയാണ്, ഒരു മോളും ഭാര്യ. സാമ്പത്തികമായിട്ടുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും രണ്ടാമത്തെ മോള് ചെറുതാണ്, അത് പെൺകുട്ടിയാണ്. പെൺകുട്ടി സ്കൂളിൽ പോകുന്നിടത്തും ഒക്കെ എല്ലായിടത്തും എന്താണ് പേര്? കൊലയാളിയുടെ മോൾ അല്ലേ? ഒരു കാര്യം ചെയ്യുമ്പം അത് ഓർക്കില്ല, വാശി, ദേഷ്യം, വൈരാഗ്യം, നിന്നെ തകർക്കും, അല്ലെങ്കിൽ നീ ഇങ്ങനെ ജീവിക്കരുത് എന്ന് ചെയ്യുമ്പോൾ അതിന് കൂടെ ബാക്കിയുള്ളവർ നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്? ഭാര്യ എവിടെയെങ്കിലും പോയാലും കൊലയാളിൻ്റെ ഭാര്യ, കൊലയാളിയുടെ മോള്, കൂടെയുള്ളവരുടെയാ. ഒരു മോളും ഭാര്യയും കൂടെയുള്ളവർ എവിടെ പോയാലും ഇതാണ് മുദ്ര കുത്തുന്നത്. എത്ര നാൾ അവരത് മറിഞ്ഞിരുന്നു. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞു, വിധി വന്നു, ജീവപര്യന്തം. അടുത്തത് ഇവിടെ നിന്ന് മാറുന്നു, സെൻട്രൽ ജയിലിലേക്ക് പോകുന്നു, ജീവപര്യന്തം ശിക്ഷിച്ചു. കാരണം മോള് സ്ട്രോങ് ആണല്ലോ, അതൊക്കെ അതിൻ്റെ വഴിക്ക്. ചേട്ടനാണ് എൻ്റെ കാര്യം. 3 മാസം കഴിഞ്ഞു ജാമ്യം കിട്ടാൻ. ഒരു തരിയുടെ പുറത്ത് അത്രയും. ചേട്ടനാണെങ്കിലും അത് ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ 2 കൊടുക്കേണ്ടതൊക്കെ ആവശ്യമാണ്. പക്ഷെ ആയുധം ഉപയോഗിച്ച് ചെയ്യുന്നത് വധശ്രമമാണ്. കൈകൊണ്ടോ ഒരു വടി കൊണ്ടോ അടിക്കുന്ന രീതിയിലല്ലല്ലോ. ഒരു ആയുധം ഉപയോഗിച്ചിട്ട് അതുപോലത്തേക്ക് അടിച്ചൊരാളെ ഒരു ICUലൊക്കെ കയറ്റുക എന്ന് പറയുമ്പോഴത്തെ എന്താണെന്ന് പറഞ്ഞാൽ അതും പോലീസ് റെക്കോർഡ്, ഡോക്ടർ പറഞ്ഞത് അത് അത്രയും സീരിയസ് ആയിട്ട് പോകുന്നത്. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്ര നമ്മൾക്ക് ഇതാണെങ്കിലും ഒരു എന്താ പറയുക, കോപം എല്ലാം വരും, എല്ലാവർക്കും എല്ലാം വരും. അങ്ങനെയൊക്കെ എല്ലാവരും കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ജനങ്ങളുണ്ടോ? അപ്പോൾ കുറച്ചൊക്കെ വീണ്ടും വിചാരം വേണം. അപ്പോൾ ഒരു തിരിച്ചറിവ് വരാൻ. അപ്പോൾ ഈ അനിയനും അവിടെ പോയപ്പം അങ്ങനെ ഒരു സെല്ലിനകത്ത് പെട്ടപ്പോഴാണ് മോളുടെ ഭർത്താവിനെ കൊന്ന അച്ഛന് ചെയ്യേണ്ടിയിരുന്നില്ല, അത് എത്രയോ തവണ പറഞ്ഞെന്ന്. ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ ഒരു മോളേ ഇല്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ രണ്ടാമത്തെ മോളെങ്കിലും എനിക്ക് നന്നായിട്ട് നോക്കാമായിരുന്നു എന്ന്. 4 വർഷം കഴിഞ്ഞു അത് വിധി വന്നപ്പം ജീവപര്യന്തം എത്ര വർഷമാണെന്ന് അറിയാലോ. അപ്പം അതും കൂടെ കഴിയുമ്പോഴേക്ക് രണ്ടാമത്തെ മോളുടെ ഭാവി, അത് കുഞ്ഞു ആയിരുന്നു, എത്ര വർഷം എടുത്തു. അപ്പം അത് പോയി. അപ്പം വീണ്ടും വിചാരമില്ലാത്തത് ഇനിയിപ്പോൾ അവിടെ കിടന്നിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന് കാര്യമുണ്ടോ? അപ്പോൾ ഒരു വീണ്ടും വിചാരം വരണമെങ്കിൽ ഇങ്ങനെ പോകണമായിരുന്നു എന്നുള്ളത് അല്ലേ. അപ്പം അതുപോലെ ചേട്ടനും അനിയൻ്റെയും കാര്യത്തിൽ അനിയനും ഒരാവേശത്തിന് ചെയ്തു,
കുറേ പ്രായമായി, പെണ്ണ് കിട്ടിയിട്ടില്ല, ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നുണ്ടോ? ഇത് നാട് മുഴുവൻ. കാരണം ഇത്രയൊരു പ്രശ്നമായിട്ട് അവിടെ പോയപ്പോൾ ഉള്ള കൂട്ടുകാർ പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ പ്രശ്നങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടുകാരില്ല, എല്ലാവരും കൈയൊഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞൊരു 3 മാസങ്ങൾക്ക് ശേഷം ജാമ്യമൊക്കെ കിട്ടി വീട്ടിൽ വരുമ്പോൾ എന്താണ് വീട്ടിൽ വരുമ്പോഴത്തുള്ള നിബന്ധന? അതിൻ്റെ കേസ് ഒത്തുതീർപ്പായില്ല. ഒരു കുടുംബത്തിലെ സ്വന്തം ചേട്ടനും അനിയനും ആണെങ്കിലും അതിൻ്റെ നിയമവ്യവസ്ഥയിൽ ജാമ്യം കൊടുത്തിട്ടുള്ളത് ചേട്ടൻ കല്യാണം കഴിഞ്ഞു, 2 മക്കളൊക്കെയാണ്. ചേട്ടൻ അല്ലെങ്കിൽ അധികം ഇവിടെ ഒന്നും ആ വീട്ടിലൊന്നും ഇരിക്കാത്തതാണ്. പക്ഷെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞതോടുകൂടി ഏട്ടന് കുറച്ചും കൂടി വാലായി. അവൻ അങ്ങനെ തന്നെ കിടന്നോട്ടെന്ന്. ഏട്ടനെ അമ്പിനും വില്ലിനും അടുക്കാത്ത പോലെയൊക്കെ. പിന്നെ അനിയൻ ജാമ്യം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ചേട്ടൻ വല്ലപ്പോഴും വന്നു പോണ ചേട്ടൻ കുടുംബമായിട്ട് സ്ഥിര താമസമായി. കാരണം ജാമ്യം കൊടുത്തിട്ടുള്ള നിയമവ്യവസ്ഥയിൽ പറയുന്നുണ്ട്, ചേട്ടൻ എപ്പോഴൊക്കെ വീട്ടിലുണ്ടോ അനിയൻ ആ പരിസരത്ത് പോലും പോകാൻ പാടില്ല. ആ വീട്ടിൽ പോകാൻ പാടില്ല, വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ കാല് കുത്താൻ പാടില്ല, ആ ഏരിയയിലേ ഉണ്ടാവാൻ പാടില്ല, മാറി നിൽക്കണം. കാരണം അത് ഇനിയും 1 or 2 സിറ്റിങ്ങിന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിയുന്നവരത്തേക്കും അനിയന് അങ്ങനെ പാടില്ല. ഇപ്പോഴാണ് അനിയന് ബോധോദയം ഉണ്ടാകുന്നത്. ഒരാവേശത്തിന് ചെയ്തു പോയതാ. ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു പെണ്ണ് കിട്ടേണ്ട കാര്യം കഷ്ടം. അതിനിടയിലാണ് ഇങ്ങനെ ഒരു നിയമവും കൂടെ അനിയന്റെ പേരിൽ ഇങ്ങനെയും കൂടെ ഒന്ന് കിട്ടിയതുകൊണ്ട്. കാരണം അതൊരു ഒത്തുതീർപ്പാകുന്നവരെ ചേട്ടൻ ഉണ്ടാകുമ്പോൾ അനിയനെ വീട്ടിൽ കടക്കാൻ പറ്റില്ല എന്നായതോടുകൂടി ചേട്ടൻ ഫാമിലിയോടെ കൊണ്ടുവന്ന് വീട്ടിൽ സ്ഥിരതാമസമാക്കി. അപ്പം അതിനർത്ഥം അനിയൻ പെർമനന്റ് ആയിട്ട് പടിക്ക് പുറത്താ. ഒരു കുടുംബമില്ല വേറെ. എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ബന്ധുവീട്ടിൽ എത്ര നാൾ. അപ്പം ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒരു വീണ്ടും വിചാരമില്ല. ഇപ്പം ഓരോ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവർ കണ്ട നല്ല സാമ്പത്തികമായിട്ടുള്ളവരും ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായ പിള്ളേർ എന്താണ് അവർ മനസ്സിലൂടെ ഓടിയത്, അല്ലെങ്കിൽ അവർ എന്ത് കഴിച്ചിട്ടാണ് അത്തരത്തിലൊരു സ്വന്തം അച്ഛനമ്മന് സ്വന്തം അത്ര സുഖ സൗകര്യങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം ഇതുപോലെ ഒരു കുറ്റകൃത്യം ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ തലയിലൂടെ പോയ ആ ഒരു ചിന്ത എന്തായിരിക്കാം, ഇങ്ങനെയൊക്കെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്തിട്ട് ഇനി ഇതുപോലത്തെ ഒരു ജീവിതം അവർക്ക് കിട്ടുമോ? ഇനി അവിടെ കിടന്ന് ഈ ഒരു ചെറുപ്രായത്തിൽ പോയിട്ട് അതിനകത്ത് പോയിട്ട് കിടന്നാലും എത്രയോ വർഷം കഴിഞ്ഞ് വീണ്ടും വിചാരം വന്നു, അല്ലെങ്കിൽ അതിന് ഇരട്ടി ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചിട്ട് വന്നാലും ഇനി എന്ത് വീണ്ടും വിചാരം ഉണ്ടായാലും ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഒരു തവണ ജനിച്ച് മരിക്കേണ്ടവരാ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഈ സമൂഹത്തിൽ വന്നിട്ട് ജീവിക്കണ്ടേ? അപ്പം ഇതൊന്നും ചിന്തയില്ല. അപ്പം ഞാൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ ഈ കാണുമ്പം എല്ലാം നടക്കുന്ന വാർത്തകളാണ്. പക്ഷെ ഞാൻ ഈ സ്റ്റോറി ആയിട്ട് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ചെയ്യുമ്പോൾ ഒന്നും ഓർക്കില്ല. ചെയ്തിട്ട് അവിടെ പോയിട്ട് അയ്യോ എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു, എന്തൊക്കെയോ പ്രതീക്ഷകളാണ്. അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് സമ്പത്തുണ്ട്, നമ്മളെ ആരെങ്കിലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പുറത്തിറക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ഒരു ധൈര്യമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന അതൊക്കെ തന്നെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അത് നമുക്ക് അറിയില്ല. പക്ഷെ എന്തുണ്ടായിട്ടും കാര്യമില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതൊരു വീണ്ടും വിചാരം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ വേണ്ടി ഇരുന്നില്ല എന്നൊരു ചിന്ത വന്നിട്ടോ, ചിന്ത വരുന്നതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ അതിനൊന്നും ഒരു പരിഹാരമല്ല. തെറ്റ് ചെയ്ത് ഉപ്പ് തന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം. അപ്പം നല്ലൊരു ജീവിതം അച്ഛനും അമ്മയും സമ്പാദിച്ച് കുറേ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അത് മാന്യമായിട്ട് അല്ലെങ്കിൽ മര്യാദയ്ക്ക് കിട്ടിയ സുഖസൗകര്യങ്ങൾ ആരായാലും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, ഇനിയിപ്പോൾ കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കുന്നവരാണെങ്കിലും, ആ നമ്മുടെ ഒരു ഫ്രീഡത്തിൽ ജീവിക്കാൻ ഒരു സൗകര്യം ഈ ഒരു സമൂഹത്തിൽ ഉണ്ടായിട്ട് അത് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപ്പ് തിന്നവരാരായാലും വെള്ളം കുടിക്കണം. അപ്പം ഇങ്ങനെ കുറേ വാർത്തകളൊക്കെ കണ്ടപ്പം എനിക്ക് ഈ ഒരു സ്റ്റോറി ഓർമ്മ വന്നു. കഥയായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, കഥയായിട്ട് തന്നെ എടുത്താൽ മതി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.